ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ട്രിവാൻഡ്രത്ത് ഒരു ഡേ സ്പെൻഡ് ചെയ്ത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. 5 വർഷമായിട്ട് ട്രിവാൻഡ്രത്ത് ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ പോകാത്ത 3 സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ക്യാമറ പേടിയുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെയും കൂടെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ പ്ലാനാണ് കേട്ടോ. ആദ്യം നമ്മൾ തിരുവനന്തപുരത്തുള്ള കോട്ടൂരേക്കാണ് പോകുന്നത്. കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലം. കാര്യവട്ടത്ത് നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഒരു ട്യൂസ്ഡേ ആണ് നമ്മൾ പോയത്. വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. നേരെ ചെന്നു കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഏകദേശം 1 കിലോമീറ്റർ നടന്ന് കാണാനുണ്ട് കേട്ടോ. ആനകളെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ആന. ഇത് ആമിനയാണ് കേട്ടോ. ആമിന നല്ല ഡാൻസിങ് ആണ്. ആമിന മാത്രമല്ല, ഇവിടെ കണ്ട മിക്ക ആനകളും ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. അവരുടെ ഡാൻസ് കണ്ടിട്ട് ഞാൻ 2 സ്റ്റെപ്പൊക്കെ ഇട്ടു കേട്ടോ. ഈ ഡാൻസ് കളിക്കുന്ന ആന സോമൻ എന്നാണ് ഈ പേര്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആനയെന്നാണ് അവിടുത്തെ ഗൈഡ് പറഞ്ഞു തന്നത്. 85 വയസ്സാണ് ഈ ആനയുടെ പ്രായം. ഒരുപാട് സ്ഥലത്ത് ഗൈഡുകളുണ്ട്. അവരെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. നമ്മൾ ചെന്ന സമയത്ത് മിക്ക ആനകളെയും കാട്ടിലേക്ക് തുറന്നു വിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ നടന്ന് നെയ്യാറിൻ്റെ സൈഡിലേക്ക് ചെന്നു. നെയ്യാറിൻ്റെ ആ ഒരു വ്യൂവും ഒക്കെ കണ്ടു നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ടൈം സ്പെൻഡ് ചെയ്തു. ഇവിടെ രാവിലെയും വൈകിട്ടും ഒക്കെ വരുന്നവരാണെങ്കിൽ ആനേനെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. പിന്നീട് കുറച്ച് നേരം കൂടെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. വ്യൂ ഒക്കെ കണ്ടു, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു കാറിലേക്ക് വന്നു. നമ്മളുടെ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പ്ലാനായി. അപ്പോഴാണ് എന്നോട് ഇനി നമ്മൾ നെയ്യാർ ഡാമിലേക്ക് പോകാം എന്ന് പറഞ്ഞത്. കുറേ നാളായിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് നെയ്യാർ ഡാം പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നാണ് അത് സാധിച്ചത്. പോകുന്ന വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. നെയ്യാർ ഡാം എത്തി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. എൻട്രി ടിക്കറ്റ് അവിടെ UPI ആയിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ക്യാഷ് കൊടുക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് വലഞ്ഞു കേട്ടോ. അങ്ങനെ 4 ഷട്ടറും തുറന്ന് കണ്ടു. ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറേ എടുപ്പിച്ചു കേട്ടോ. താഴെ നിന്ന് ഞങ്ങൾ പിന്നെ സ്റ്റെപ്പ് കയറി മുകളിലത്തെ വ്യൂ കാണാനായിട്ട് പോയി. 2 സൈഡും കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കാറ്റും നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ആ സ്പോട്ടിലുണ്ടായിരുന്നത്. കപ്പിൾസിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. നമ്മളവിടെ പോയപ്പോൾ ഉള്ള ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാറ്റും ആ മഴയും വെയിലും ഒക്കെ മാറി മാറി വരുന്നൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റി. കുറച്ചുകൂടെ ഉയരത്തേക്ക് കയറി നമ്മൾ ആ ഫുൾ നെയ്യാറിൻ്റെ വ്യൂവും കണ്ടു. വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടായിരുന്നു കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഓൺ ദ വേ ബാക്ക് നമ്മളുടെ ഫൈനൽ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നെടുമങ്ങാടുള്ള കോയിക്കൽ പാലസിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. 1670 വേനാട് റോയൽ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഉമയമ്മ റാണിയുടെ കൊട്ടാരമാണ് കേട്ടോ ഈ കോയിക്കൽ കൊട്ടാരം. അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. ഇവിടെ ഒരുപാട് എക്സിബിറ്റ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഗാലറികളുണ്ട്. രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ഒരുപാട് ആയുധങ്ങളും മറ്റ് സാധനങ്ങളും കോയിൻസിൻ്റെയൊക്കെ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. ഉള്ളിൽ കയറിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് മാഡം എന്നോട് സ്റ്റിൽ ഫോട്ടോസ് മാത്രമേ അലോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ കാണിച്ചു തരാം. കേരളത്തിലെ തനതായിട്ടുള്ള പല ആർട്ട് ഫോംസിൻ്റെ മോഡൽസും നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റി കേട്ടോ. 2 നിലയിലായിട്ടാണ് കേട്ടോ ഇവിടെ ഗാലറി സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം നടന്ന് കണ്ടിട്ട് നമുക്ക് പുറത്ത് വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഉള്ളിൽ പക്ഷേ സ്റ്റിൽ ഫോട്ടോസ് മാത്രമാണ് അലോ ചെയ്യുന്നത്. അതുപോലെ ഇവിടെയുള്ള ഗൈഡ് നമുക്ക് എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. കൊട്ടാരത്തിനോട് ചേർന്ന് ഒരു ആമ്പൽക്കുളവും ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോഴേക്കും ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി പുറത്തു നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഫൈനൽ സ്പോട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഡേ വെൽ സ്പെൻഡ് എന്ന് തന്നെ പറയണം. നമ്മുടെ മനസ്സിനെ ഹാപ്പിയാക്കാനായിട്ട്
ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ട്രിപ്പുകളൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് നല്ല ഹാപ്പിയാണ് കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് കാര്യവട്ടത്തേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.